15-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പോൾ ഒട്ടോമാൻ ഭരണകൂടം കീഴടക്കിയതിന് ശേഷം ആരംഭിച്ച ഇവിടുത്തെ ഒരു ബസാറാണ് ഗ്രാൻഡ് ബസാർ. ആ ഗ്രാൻഡ് ബസാറിന് ശേഷം 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു ബസാറാണ് ഈജിപ്ഷ്യൻ ബസാർ. അപ്പോൾ ഈ രണ്ട് ബസാറുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈജിപ്ഷ്യൻ ബസാർ എന്ന് പറയുമ്പോഴത്തേക്കിനും സ്പൈസ് മാർക്കറ്റാണ്. ഗ്രാൻഡ് ബസാർ എന്ന് പറയുമ്പോഴത്തേക്കിനും കോപ്പി സാധനങ്ങളും ക്ലോത്ത് സാധനങ്ങൾ, തുണി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഫസ്റ്റ് കോപ്പി സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റുകളാണ്. ബിസ്റ്റർ വില്ലേജിന്റെ കോപ്പി അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇസ്താംബുളിലെ ആ ഫേമസ് ആയിട്ടുള്ള രണ്ട് മാർക്കറ്റുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒട്ടോമാൻ ഭരണകൂടത്തിന്റെ സമയത്ത് ഈജിപ്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിച്ച് ഇവിടെ ഇസ്താൻബുളിൽ, തുർക്കിയിലെ ഇസ്താൻബുളിൽ നിർമ്മിച്ച ബസാർ ആയതുകൊണ്ടാണ് ഇതിന് ഈജിപ്ഷ്യൻ ബസാർ എന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഈജിപ്ഷ്യൻ ബസാറിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളാണ്. അതിഭയങ്കരമായിട്ടുള്ള കച്ചവടം നടക്കുന്ന തുർക്കിഷ് സ്വീറ്റുകളുടെ ഷോപ്പുകൾ. എന്തോരോ ആൾക്കാരാ ഓരോ കടയിലും, എന്തോരോ സ്വീറ്റുകളാണ് വിൽക്കുന്നത്. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്തല്ലേ, അയ്യോ ഒരു രക്ഷയില്ലേട്ടാ. ഓ അടിപൊളി, വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. വലിയ പ്രൈസും ഇല്ല കേട്ടോ. KGക്ക് ഇത് ഒരു KGക്കാണ് 90. അതൊക്കെ ഒരു KGയുടെ പ്രൈസാണ് എഴുതി വെച്ചിരിക്കുന്നത്. 145, 190 എന്നൊക്കെ പറഞ്ഞിട്ടേ അടിപൊളി. നമ്മൾ ചൈനയിൽ പോകുമ്പോഴത്തേക്കിനും ഫ്രീ ആയിട്ട് തരുന്ന സാധനമാണിത്. അവിടെ പല റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ട് തരും ഈ സാധനം, സൺഫ്ലവർ സീഡ്. ഇതിങ്ങനെ ഓരോ നട്ട്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ എന്താ ഭംഗി നോക്ക്. ടൂറിസ്റ്റുകൾ മാത്രമല്ല, തദ്ദേശീയരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ഇത് കണ്ടിട്ട് ചീസ് ആയിരിക്കണം അല്ലേ? ചീസല്ലേ ഇത്? ചീസ്, പലതരത്തിലുള്ള ചീസുകൾ, ഒലീവ്സ്. എന്തോരം ഒലീവുകളാണ്. ഉപ്പിലിട്ട ഒലീവ്, മസാലയിട്ട ഒലീവ്, അല്ലാത്ത ഒലീവ്. എൻ്റെ അമ്മോ, എന്താ കളറ് അല്ലേ? വായിൽ വെള്ളം വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കിനും ഭയങ്കര കളർഫുൾ ഒലീവ്സ് ആണ്, മൾട്ടി കളർ ഒലീവുകളാണിത്. ഇപ്പുറത്ത് നട്ട്സ്. അമ്മാ ഭയങ്കര തിരക്കാട്ടോ ഇവിടെ എല്ലാം. വൈകുന്നേരമായി, നമ്മളിപ്പോൾ സമയം ഇപ്പോൾ 7:30 മണിയായി. 7:30 മണിക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഈ പല കടകളിലും ഉപയോഗിച്ചിരിക്കുന്ന LED ലൈറ്റുകളുടെ ക്വാളിറ്റിയുടെ പ്രശ്നമായിരിക്കണം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലിക്കറിങ് വരുന്നത്. ഇത് എന്ത് ഇലയാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ഇലയാണ് അത്. ഇങ്ങനെ ഉപ്പിലിട്ട പോലെ സംഭവം വെച്ചിരിക്കുകയാണ്. പിന്നെ വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒലീവ്സ്. ചീസൊക്കെ കണ്ട ഭയങ്കര തിരക്കാട്ടോ. ഇതിലിവിടെ നടക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ ആൾക്കാരാ. അയ്യോ, തുർക്കിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുണ്ട്, പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളുണ്ട്. അയ്യോ അപ്പോൾ നമ്മുടെ സ്പൈസസ് ഷോപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തുർക്കി സ്പൈസസ് ആണ്. നമ്മളിവിടെ തുർക്കിഷ് ഫുഡുകൾ കഴിക്കത്തില്ലേ, ആ കഴിക്കുന്ന ഫുഡുകളിൽ ഉപയോഗിക്കുന്ന ഓരോ ടൈപ്പ് സ്പൈസസ് ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മുളക് ഉണക്കിയത്. പിന്നെ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ വഴുതനങ്ങയുടെ തോലല്ലേ അത്? വഴുതനങ്ങയുടെ തോല് പോലത്തെ ഒരു സാധനം ഉണക്കി വെച്ചിരിക്കുന്നത്, മുളക് ഉലക്കിയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയല്ലേ, പൂക്കൾ ഉണക്കിയത് വരെ ഉണ്ട്, കണ്ടില്ലേ? ഓരോ തരത്തിലുള്ള പൂക്കൾ ഉണക്കിയത്. ഇതൊക്കെ നല്ല സ്മെല്ലും ഉണ്ട്. ഇതൊക്കെ ചിലപ്പം ഈ ഭക്ഷണത്തിനകത്ത് സ്മെല്ലിനും മറ്റുമൊക്കെ ആയിട്ടും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളായിരിക്കാനാണ് സാധ്യത കണ്ടിട്ട്. ടൊമാറ്റോ പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, ഹോട്ട് ചില്ലി, വെരി ഹോട്ട്, സ്പൈസി. ഓ യാ, വി ലൈക്ക് ഇറ്റ്. ട്രൈ ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. നല്ല എരിവാ. It's hot. It's very hot. India like very spicy food. Yeah, very spicy. Yeah. ഇതുണ്ടോ ഉണക്കിയ മുളക്, പിന്നെ നമ്മുടെ മുളക് പൊടി തന്നെ പല ടൈപ്പ്, പല ഗ്രേഡിലുള്ള മുളക് പൊടി ഉണ്ട്. തിന്നായിട്ട് അരച്ച മുളക് പൊടി, വെരി സ്പൈസി. ഓക്കെ. പിന്നെ കളർഫുൾ മുളക് പൊടി, നോർമൽ സ്പൈസി. ഓക്കെ. ഫോട്ടോ എടുത്തോളാന്നൊക്കെ പറഞ്ഞ് എന്നെ അകത്ത് വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഡേറ്റ്സ്, ബ്ലാക്ക്ബെറി, ബ്ലാക്ക് മൾബറി ഉള്ളി. ഓക്കെ. ചിക്കൻ മസാല. Yes, chicken spice. Meat masala. Garam masala. Okay. Also Indian spice. Yeah, this is Indian spice. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഏലക്ക, കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. പിന്നെ റെഡ് പെപ്പർ, ഗ്രീൻ പെപ്പർ, മിക്സ് പെപ്പർ, സീസെയിം, ബ്ലാക്ക് സീഡ്സ്,
എന്തോരം സ്പൈസസ് അല്ലേ, നല്ല മണം. ഒന്ന് മണക്കാവോ ബ്രോ? അതൊന്ന് അടുത്ത് പോയി മണക്കാവോ? അടുത്ത് പോയി മണക്കാവോ? This is sweet. This is hot. ഓ ദാറ്റ് ഇസ് ഹോട്ട്. അതിൻ്റെ അടുത്ത് പോയി ഒന്ന് മണക്ക്, നല്ല മണമായിരിക്കും. This hot. You can try. No need. Thank you so much. Okay. Thank you brother. Thank you. Yeah, sure. ആദ്യമായിട്ട് ഒരു കടയിൽ അകത്ത് ചേട്ടൻ വിളിച്ചോണ്ട് പോയിട്ട് വാ നീ വീഡിയോ എടുക്കുന്നുണ്ട് എടുത്തിട്ട് പോയാൽ മതി അല്ലേ. സാധാരണ ഓടിച്ചു വിടില്ല പരിപാടി. പക്ഷെ ഇവിടെ വന്നിട്ട് ശ്രദ്ധിച്ചോ, ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരൊക്കെ. ഇതുവരെ ശരിക്കും ഞാൻ ആദ്യം സത്യം പറഞ്ഞ ഇതൊരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്കിന് ആൾക്കാരൊക്കെ പ്രശ്നമാകും വീഡിയോ എടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ആൾക്കാർ ഭയങ്കര വെൽക്കമിങ്. ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദുസ്ഥാൻ. അതെ. മാങ്ങ ഉണക്കിയത് ഇത് വഴുതനങ്ങയാ, മറ്റത് മാങ്ങയാണോ? ഇത് വഴുതനങ്ങയത്. മാങ്ങ ഉണക്കിയ മണം വരുന്നുണ്ട്. വഴുതനങ്ങ ഇതെന്താന്ന് അറിയില്ല, മാല പോലൊക്കെ ആക്കി ഇട്ടിരിക്കുക ഓരോ സാധനങ്ങൾ നോക്കി. എന്നാൽ ഈ പൂക്കൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇതുകൊണ്ട് ചെറിയ റോസാപ്പൂവ്, പിന്നെ ലാവൻഡർ കളറിലെ എന്തോ ഒരു പൂവ്. ഓണം വരില്ല അതുകൊണ്ടായിരിക്കും. ഓണം വരില്ല. ഇല്ല ലൈറ്റായിട്ട് ചെറുതായിട്ട് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് വേണം. അപ്രീഷിയേറ്റ്. പുരോഗതിയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഹൈ ബ്രദർ. യാ താങ്ക് യു. യെസ്. How are you? I'm good. How are you? How are you? Tell. How are you? Ferrari. Yeah. Where are you from? India. Oh. Yes. Namaste. Thank you. Where are you from? India. India. You know someone from India? Very nice. Shah Rukh Khan? India, Shah Rukh Khan show. Shah Rukh Khan. Shah Rukh Khan show. Yeah, his friend. Yeah. You know Bahubali? Shah Rukh Khan show. Very nice. Shah Rukh Khan, very nice. Thank you. Ali Bitto, Benazir Bitto. That is Pakistan. Pakistan. Shah Rukh Khan. Yeah. Yes. Thank you. കൊള്ളാലോ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ, അടിപൊളിയാണല്ലോ. എവിടെ പോയാലും ഷാരൂഖ് ഖാൻ നമ്മുടെ ചങ്ക് ദോസ്താ പറയുന്നത്. സൽമാൻ ഖാൻ നിങ്ങളൊന്നും ഷാരൂഖ് ഖാൻ ഉപ്പിലിട്ട ബ്രോ, എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങൾ കാണുമ്പോഴത്തേക്കിന് എൻ്റെ ടെമ്പർ തെറ്റും ബ്രോ. എന്തൊരു സാധനങ്ങളാണ്, വായിൽ വെള്ളം വരുന്നതൊക്കെ ഓരോന്ന് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും. നെല്ലിക്ക, ഒലീവ്സ്, നെല്ലിക്ക ഉണ്ടല്ലോ അല്ലേ, നെല്ലിക്ക ഉണ്ട്, ഒലീവ് ഉണ്ട്, വെണ്ടയ്ക്ക ഉപ്പിലിട്ടത്, കോളിഫ്ലവർ ഉപ്പിലിട്ടത്, ക്യാരറ്റ് ഉപ്പിലിട്ടത്, മുളക് ഉപ്പിലിട്ടത്, ഹാലപ്പിനോസ്, മറ്റേ മുളക്, ചെറിയ മുളക്. ബ്രോ ഫോട്ടോ എടുത്തോ. എന്തിനാ? എൻ്റെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട് ഇപ്പോൾ, അതാണ്. ഇത് രക്ഷയില്ല കേട്ടോ, ഇതൊരു കിടിലം മാർക്കറ്റാണ്, നല്ല അടിപൊളി മാർക്കറ്റ്, സൂപ്പർ. വായിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. സാമ്പിൾ വാങ്ങിച്ചതാ. ആണോ? ഷോടാ, എനിക്ക് വേണ്ട. അപ്പോൾ അതെന്താ സാധനം? എന്ത് എനിക്കറിയില്ല, എന്താണല്ലോ എനിക്ക് വേണ്ട. കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മളിന്നലെ ഒരു കുപ്പി വാങ്ങിച്ച റൂമിൽ ഇരിപ്പുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരു കുപ്പി ഉപ്പിലിട്ടത് വാങ്ങിച്ചായിരുന്നു, വെറുതെ കഴിക്കല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത്. ഐറൻ, പിന്നെ നല്ല പുളിയുള്ള മോര്, എനിക്ക് ഭയങ്കര എരിയും പുളിയും ഉപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടർക്കിഷ് വിഭവങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന പാത്രങ്ങളും അതേപോലെ തന്നെ ഇവർ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈൽ പാത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ചെമ്പ് പാത്രം പോലൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ചെമ്പാണോ സിൽവറാണെന്നൊന്നും എനിക്കറിയില്ല, എന്താണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്ത് ചെയ്യുന്ന പാത്രമാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതുപോലെ പാത്രങ്ങൾ വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട്. നമ്മൾ ഈ രാജ്യങ്ങളും റീജിയൻസും മാറുന്നതനുസരിച്ചിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും വ്യത്യാസം വരും അല്ലേ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണോ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ കാണുന്നത്? അല്ല, വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഇവിടെ തുർക്കിയിൽ വന്നപ്പോഴും ഇവിടെ കാണുന്ന ഇവരുടെ പാത്രങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവരുടെ ചായയും കാപ്പിയും ഒക്കെ ഒഴിച്ച് കുടിക്കുന്ന ആ ഒരു കെറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേട്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അതാത് നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ. വൈകിട്ടായപ്പോഴത്തേക്കിനും പല കടകളും അടച്ചു തുടങ്ങി ഈ ഭാഗത്ത്. നമുക്ക് ഈ വഴിക്ക് പോയാലോ? ഇവിടെയാണ് കുറച്ചും കൂടെ ലൈവായിട്ട് കാണുന്നത്. 8 മണി വൈകിട്ടല്ല, 8 മണിയായി. തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം കേട്ടോ. ഇത് LVയുടെ ഒക്കെ ബാഗ് റോഡ് സൈഡിൽ ഫുട്പാത്തിലിട്ടാ വിൽക്കുന്നത് അല്ലേ. എന്താ അല്ലേ, എന്ത് ചീപ്പല്ലേ ഇവിടെയൊക്കെ. LVയുടെ പെട്ടി, LVയുടെ ബാഗ്, പിന്നെ പെർഫ്യൂംസ് ഒക്കെ കണ്ടോ. എന്താണ് സാവേജ്, അതെ ഇത് ലാക്കോസ്റ്റ്, ടോം ഫോർഡ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ
ഭയങ്കര ചീപ്പ് റേറ്റിന് വാങ്ങാൻ പറ്റും. അതായത് ഫസ്റ്റ് കോപ്പി സാധനങ്ങളാണെല്ലാം, പക്ക ഫസ്റ്റ് കോപ്പി. കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അത്ര വ്യത്യാസം ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ കിട്ടും. തുർക്കി ഷോപ്പിങ്ങിന് ബെസ്റ്റ് സ്ഥലം കേട്ടോ. നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ട് അത് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണോ എന്ന് ഞാൻ പറയാറുണ്ട്. തുർക്കി ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. വില നന്നായിട്ട് ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചാൽ മതി. തുർക്കിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒന്നുകിൽ തിരിച്ചു പോകുമ്പോൾ ഒരു കാലിപ്പെട്ടി ഇവിടെ നിന്ന് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു കാലിപ്പെട്ടിയായിട്ട് വരിക. അങ്ങനെയാണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ എന്തായാലും ശ്വേതയായിട്ട് ഞാൻ വരും. ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്, കിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നന്നായിട്ട് വില പേശണം. നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, സിംഗിൾ ബാഗേജ് ഉള്ള പെട്ടിക്കത്തിന് സുവനീർ വെക്കാൻ പോലും സ്ഥലമില്ല. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ നേരം ഒരു സാധനം കണ്ടു. വെറുതെ ഒന്ന് ചവിട്ടി നോക്കാം എന്താണ്. ഇത് കണ്ടോ, വേസ്റ്റ് ബിൻ, ഡസ്റ്റ്ബിന്നാണ്. ഇത് കണ്ടോ, ഞാൻ വലിയ കാര്യത്തിൽ ചേർത്ത് ഇത് നോക്ക്, ഇതിനകത്ത് നോക്ക്, താഴേക്ക് ഭൂഗർഭത്തിലേക്ക് പോവാണെന്ന് തോന്നിയത്. അത്രയ്ക്ക് ഡെപ്തിലേക്കാണ്. കണ്ടാ, ഇതെന്തായാലും ഒരു സംഭവം കേട്ടോ. ഇനി ഇത്രത്തിലൊരു സാധനം ആദ്യമായിട്ടാ കാണുന്നത്. 2 ഉണ്ട്. 1, 2. ഇതെന്തോ ഇത്. അപ്പൊ ഇത് കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എവിടെ ഓപ്പൺ ആക്കി എടുക്കാൻ? ഇത് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെ എടുക്കും? ഇതിനകത്തുനിന്ന് കോരി എടുക്കാൻ പാടല്ലേ? വേറെ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടാവും, പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും രാത്രിയായി. 8 മണി 8:30 ആയപ്പോഴത്തേക്കിനും അവിടുത്തെ കടകളെല്ലാം അടച്ചു. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മളിന്ന് ഇറങ്ങുകയാണ്. നമ്മളിന്ന് നമ്മുടെ സ്പൈസ് ബസാറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹോട്ടലിനടുത്ത് തന്നെ നമ്മുടെ മറ്റേ കോപ്പി സാധനങ്ങൾ കിട്ടുന്ന ബസാറുണ്ട്, ഗ്രാൻഡ് ബസാറുണ്ട്. ഗ്രാൻഡ് ബസാറിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ട്രാം എടുത്തിട്ട് ഗ്രാൻഡ് ബസാർ ടാപ്പ് ചെയ്തു കയറി, സാധനം തരൂ, ടാപ്പ് ചെയ്തു കയറി. യെസ്, റോഡിൻ്റെ നടുക്ക് തന്നെയാണ് ട്രാം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തോട് ഇങ്ങോട്ട് നടന്ന് കയറാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറ ഉണ്ടാവും, പിടിക്കും ഇല്ലേ. ഇതിനകത്ത് വേറെ ചെക്കിങ്ങും പരിപാടികളൊന്നും ഇല്ലല്ലോ. അതിലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ ട്രാം വരുന്ന വഴിയുണ്ടല്ലോ, ഗേറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കയറാവുന്നതേ ഉള്ളൂ. യെസ്, ഈ ഇസ്താംബുൾ ഓൾഡ് സിറ്റിയിൽ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ട്രാമേ യൂസ് ചെയ്യാവൂ. കാറൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ട്രാഫിക്ക് പെട്ട അവിടെ കിടക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇന്ന് തിരക്ക് വളരെ കുറവാണല്ലോ. ഇതുപോലത്തെ ഈ ബാറ്ററി വണ്ടികളൊക്കെ നമ്മളവിടെ വരണം അല്ലേ, രസമായിരിക്കും അല്ലേ. എന്തായാലും റോഡിലൂടെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാം. ഇവിടുത്തെ എല്ലാ മോസ്കുകളും ഒന്നിനൊന്ന് ബ്യൂട്ടിഫുള്ളാണ്. എന്തോരം മോസ്ക് ഉണ്ടെന്നറിയോ ഇവിടെ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ടല്ല. 2 സൈഡിലും തുറന്നു. യെസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് ബസാർ ഏരിയയിലാണ്. ഗ്രാൻഡ് ബസാർ ഏരിയയിലെ ട്രാം സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. തൊട്ടപ്പുറത്ത് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു മോസ്ക് കാണാം. അതിൻ്റെ ബാക്ക് സൈഡിലൂടെ നടന്നു പോയാൽ ഗ്രാൻഡ് ബസാർ. ഗ്രാൻഡ് ബസാറിൻ്റെ മുമ്പിൽ തന്നെ ഒരു പബ്ലിക് പ്ലേസ്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. മരങ്ങളുണ്ട്. മരങ്ങളുടെ തണലിൽ ആ ബെഞ്ചുകളിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നു. ട്രാമുകൾ ഓടുന്നു. നല്ല രസമല്ല ഈ ഒരു സിറ്റി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ഓൾഡ് സിറ്റി ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബോസ് ഉണ്ട്, ടോമി ഉണ്ട്, ഹ്യൂഗോ ഉണ്ട്, പോളോ ഉണ്ട്, പോളോ റാൽഫ് ലോറൻ ഉണ്ട്, നൈക്കി അഡിഡാസും വരെയുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. എല്ലാ ഒറിജിനൽ ബ്രാൻഡിൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ കയറി പോകുമ്പോഴത്തേക്കിനും ദി ഗ്രാൻഡ് ബസാർ ഉണ്ടല്ലേ, കപ്പാലി കാശി 1461 ആ സമയത്ത് തുടങ്ങിയതാണ് ഈ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ബസാർ ബയാസിത് കപ്പീസി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന ഷൂസ് കണ്ടില്ലേ, ന്യൂ ബാലൻസ്, അത് ഇത്. എൻ്റെ പൊന്നെ, കൊച്ചു കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും എല്ലാ ആൾക്കാരുടെയും ഉണ്ട് സാധനങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാം ടോമിയാണ്. ഏറ്റവും കുറഞ്ഞത് ടോമി, ബോസ്, ഗ്യാൻഡ്, അടിപൊളി. LV, Gucci. Yes, nice. Cheaper price? Yes. How much for this Michael Kors? 450 brother. 450? Yes. 450. For both? Both. അത് രണ്ടും കൂടെ 450 ഇല്ലേ? Very good. Long belt they have and bigger size. ഇതൊന്നും ഒറിജിനൽ മൈക്കിൾ കോർസിന്റെ ഒരു ഷോപ്പ്. അതാണ് വ്യത്യാസം ആക്ച്വലി. അതായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ക് യു ബ്രദർ. സംഭവം വിൽ സി I'll go and come back. ഇതിനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ കാണുന്ന ഈ പല ഡിസൈനുകളും ചിലപ്പോൾ ഇത് ഒറിജിനൽ ആയിരിക്കില്ല. അതായത് കസ്റ്റമൈസ്ഡ് ഡിസൈനുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ? മേടിച്ചതായിരുന്നു കഴിഞ്ഞ മാസം. ആണോ? അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പലതും നമുക്ക് ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇവിടെ കാണുന്ന ഡിസൈനിൽ ഒറിജിനൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ചാത്തനാണോ
ഒറിജിനൽ ആണോ എന്നുള്ളതൊക്കെ ഇല്ലേ? അതെ അതെ. എന്താല്ലേ, പക്ഷെ ഒറിജിനൽ പോലത്തെ തന്നെ സാധനങ്ങളുണ്ട് ബാഗുകളിൽ. പക്ഷേ ഡ്രസ്സുകളൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്ന അല്ലെ കടകളിൽ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് ആ ഒരു സംഭവം കണ്ടിട്ടില്ല. അതെ, കണ്ടിട്ടില്ല. അതെ, അടിപൊളി. എന്തോരോ ആൾക്കാരാണെന്നറിയോ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നേ. അയ്യോ, എത്ര തിരക്കാന്നറിയോ ഇവിടെ വരുന്ന ആൾക്കാർ. ചാക്ക് കണക്കിന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇത് കാൽവിൻ ക്ലീൻ്റെ ഒക്കെ അണ്ടർവെയർ വരെ ഉണ്ട് ഒറിജിനൽ. നോക്കി, അതും ഒറിജിനൽ പാക്കറ്റ്, ഒറിജിനൽ ടാഗ്, അതിൽ മറ്റേ ഇത് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഫുൾ ലേബൽ അടക്കം എല്ലാം ഉണ്ടാവും. ബാർകോഡും സീരിയൽ നമ്പറും വരെ ഉണ്ടാവും. അത്രയ്ക്ക് ഇതായിട്ടാണ്, പെർഫെക്ഷനിലോട് കൂടിയാണ് ഇവർ സാധനങ്ങൾ വിൽക്കുന്നത്. ഫാസിൽ ബ്രോന് സോനിയർ വാങ്ങിച്ച് മതിയായിട്ടില്ല. ഇങ്ങനെ ഇത് ഏത് കടയിൽ കണ്ടാലും നമ്മളിത് കയറും അല്ലേ, വാങ്ങിക്കാനായിട്ട് കയറി പോകും അല്ലേ. എൻ്റെ പൊന്ന് ചേട്ടാ നോക്ക്, കൊച്ചു പിള്ളേർക്ക് വരെ വാങ്ങിച്ചു കൊടുക്കാം ബർബറി. കണ്ട, ബർബറി, ലണ്ടൻ, ഇംഗ്ലണ്ട്, ഡിയോർ, അത് ഇത്. ചില ടീഷർട്ടുകളുടെ കോമഡി എന്ന് പറയും, പുറത്ത് എംബ്ലം ബർബറിയും ഉള്ളിൽ കുച്ചിയും. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഈയള അടിപൊളി. ബൽമെയിൻ, എംപോറിയോ അർമാനി. ആഹാ, തിളങ്ങി കിടക്കുന്നുണ്ടോ എല്ലാം. ഇതൊക്കെ ഈ കിടക്കുന്നതൊക്കെ ബൽമെയിൻ, എംപോറിയോ അർമാനിയൊക്കെയാണ് 150-ന് 200-നൊക്കെ വിൽക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആകെ ഒരു ബെൽമൈൻ യൂസ് ചെയ്യുന്നത് ഷാംജിത് ഭായ് ആണ്. സഹീർ ഭായ് ഉണ്ട്. സഹീർ ഭായിയുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവർ രണ്ടും തുർക്കി വന്നിട്ടില്ല. ഇല്ല, അതുകൊണ്ട് ഡൗട്ട് അടിക്കണ്ട. പക്ഷെ നമ്മളിനി ആൾക്കാർ ഡൗട്ട് അടിക്കും. ഇനി വാങ്ങിച്ചല്ലേ? വാങ്ങിച്ചാലല്ല, തുർക്കി വന്നു പോയല്ലോ. ഇനി നിങ്ങൾക്കൊരു ബർബറി ഇടാൻ പറ്റില്ല, ഇനി നിങ്ങളൊരു ബൽമെയിൻ ഇടാൻ പറ്റില്ല. തുർക്കിന്ന് വാങ്ങിച്ചല്ലേ എന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല, വീഡിയോ കാണാത്തല്ലേ അറിയല്ലോ, വാങ്ങിക്കുന്നില്ലല്ലോ. ഈ ഷൂ കൊള്ളാമല്ലോ. ബ്രദർ, ദിസ് ഹൗ മച്ച്? ഡിയോർ 600. ദിസ് വൺ ഗുച്ചി 700. സെയിം പ്രൈസ്. ഇത് 600. ലാക്കോസ്റ്റ് ഉണ്ട്, പ്രാഡ ഉണ്ട്, ബോസ് ഉണ്ട്, കാൽവിൻ ക്ലീൻ ഉണ്ട്, എംപോറിയോ അർമാനി ഉണ്ട്. എല്ലാ തരം ഷഡ്ഡികളും ഇവിടെ അവൈലബിൾ ആണ് സുഹൃത്തുക്കളെ. ബർബറിയുടെ ഷഡ്ഡി വരെ ഉണ്ട്. കണ്ട, വേറെ എവിടെ ഇല്ലാത്ത തിരക്കാണ് ഈ കടയിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊരു ആൾക്കാരാന്ന് നോക്കി. ഇടിയാണ്, ഇടി 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 ഇടി. അയ്യോ, ഇടിയാണേ, സ്ഥലമില്ലേ. അടിപൊളി. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഗല്ലികളിലും ഇത് തന്നെയാണ് സംഭവം. ലൂയി വിട്ടൺ, ഗുച്ചി എല്ലാം ഉണ്ട്. 200 ലിറയേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ എന്നിരുന്നാലും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവർ പറയുന്നതിൻ്റെ പകുതിയിൽ താഴെ പൈസയ്ക്ക് സാധനങ്ങളൊക്കെ കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ അപ്പുറത്തെ കടയിലേ ബർബറി കണ്ടില്ലേ, ആ സെയിം നിക്കർ ഇവിടെ വന്നപ്പോൾ ബോസായി. ലോഗോ മാറ്റി ഇറക്കിയിട്ടുണ്ട്, ബോസായി. കണ്ട ബ്രദർ, ഹൗ മച്ച്? 300. അപ്പുറത്ത് 200 ഇതിൻ്റെ ഓരോ ഗല്ലികളിൽ വരെ കച്ചവടങ്ങളാണ് സുഹൃത്തുക്കളെ. നോക്കൂ, ഇത് കണ്ട ബോസ്, ഇതിൻ്റെ ബോസിൻ്റെ ജാക്കറ്റ്. ദൈവമേ, ഞങ്ങൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു ചാത്തനാണ്, കാരണം ഇങ്ങനത്തെ ഡിസൈൻ ഒന്നും ബോസിനില്ല. ഹ്യൂഗോ, ടോമി, സെയിം സാധനം തന്നെ 2 ബ്രാൻഡിൽ ഇങ്ങനെ അടിച്ചിറക്കിയിരിക്കുകയാണ് പല സംഭവങ്ങളും. പ്രാഡ ആണല്ലേ, പ്രാഡ. ഞങ്ങളിങ്ങനെ ഓരോ കടകളിലും കയറിയിട്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ്, ഫാസിൽ ബ്രോ, ഞങ്ങളിങ്ങനെ ഓരോ കടകളിൽ കയറി ഇതിൻ്റെയൊക്കെ വില ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അധോലോകമാണല്ലോ മേലോട്ട് വരുമ്പോഴത്തേക്കിനും. എൻ്റെ ദൈവം, ഇതെന്താണിത്? ഇത് ശരിക്കും അതൊരു അധോലോകം തന്നെ. ഇത് എംപോറിയോ അർമാനി, ലാക്കോസ്റ്റ്. അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്നവർക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കോപ്പി എല്ലാം ഒറിജിനലാണ് അല്ലേ? അതെ അതെ. ഇനി ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം, അത്രേ ഞാൻ പറയുള്ളൂ. അതിനപ്പുറത്തൊന്നും ഞാൻ പറയില്ല. എന്നിരുന്നാലും നിങ്ങൾ വാങ്ങണ്ടെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ? യെസ്. കാരണം ഒന്ന് ആലോചിക്കുക, ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിടുമ്പോൾ അതിൻ്റെയൊക്കെ 10-ലൊന്നും 20-ലൊന്നും പൈസയ്ക്ക് ഈ സാധനം ചാത്തം കിട്ടുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തല്ലേ? 10-20 ചെറിയ പൈസകൾ കിട്ടുന്നല്ലേ? ഞങ്ങളിവിടെ കുറേ കടകളിൽ കയറിയിട്ട് ഇതിൻ്റെ ഒരു സൂക്ഷ്മ പരിശോധന ഞങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബ്രാൻഡുകളുടെ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നതിനകത്ത് നമുക്ക് ബർബറിയുടെ സാധനം ഹ്യൂഗോയിലുണ്ടാവും, ഹ്യൂഗോയുടെ സാധനം ബർബറിയിലുണ്ടാവും, പിന്നെ US പോളോ ഉണ്ടാവും. അപ്പോൾ ഒരേ സാധനം, ഒരേ ഡിസൈൻ പല ബ്രാൻഡുകളുടെ പേരിൽ അടിച്ചിറങ്ങുന്നുണ്ട്. ക്വാളിറ്റി പറ്റ മോശമാണ്. നമുക്കത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടാമെന്നുള്ളതേ ഉള്ളൂ ഇടുന്ന ആൾക്കാർക്ക്. പക്ഷേ നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം നമുക്കത് മനസ്സിലാവും, ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ചാത്തനാണോ ഇടുന്നതെന്നുള്ളത്. ബ്രാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അതെ, കോപ്പിയാണോ അതോ ഒറിജിനലാണോ? അതെ. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കേണ്ട കാര്യമില്ല. അത്ര ഫസ്റ്റ് കോപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. പലതിൻ്റെയും ക്വാളിറ്റി ഭയങ്കര മോശമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിച്ചാലും
ഇതൊന്നും അധികം നാളെ ലാസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഒറിജിനൽ വാങ്ങിക്കുമ്പോൾ പോലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സെലക്റ്റീവായിട്ട് വാങ്ങിച്ചാലേ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ, അപ്പോൾ കുറേ നാൾ ഉപയോഗിക്കണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ ലാസ്റ്റ് ചെയ്യലില്ല. അപ്പോൾ ഇങ്ങനൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടപ്പം അത് വന്ന് കാണാമെന്ന് കരുതി വന്നതാണ് ബോസ്. പക്ഷേ ഇതൊന്നും ഇങ്ങനത്തെ ഡിസൈൻ ഒന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല. അതാണ് ഇതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇല്ല. അതുമല്ല എഴുതിയിരിക്കുന്നുണ്ടല്ലേ ബോസ് ഹ്യൂഗോ ബോസ്, അതിനൊന്നും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അല്ലേ? അതിനൊന്നും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല ആ സാധനത്തിനൊന്നും. എന്താ ഇത് ഈ സെയിം സാധനം എൻ്റെ അടുത്തുണ്ട്. ഏതാ? ഞാൻ ചോദിച്ചോട്ടെ. ആ സെയിം ഉണ്ട്, ഇതിനകത്ത് സെയിം ഉണ്ട്. ഇതുണ്ട്. ഇവിടെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ലുക്കാണ്. അതുകൊണ്ട് ആ കിടക്കുന്ന ജാക്കറ്റ് ഉണ്ടോ, എന്താ ലുക്ക് നോക്ക്. നമുക്ക് ഇവിടുന്ന് കുറച്ച് വാങ്ങിച്ച് നാട്ടിലെ സെലിബ്രിറ്റികൾ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്താലോ? ഓ ഗ്രാൻഡ് ബസാറിന്റെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഈ കാണുന്ന കടകളൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം ഇതേപോലത്തെ കടകളാണ്. ഇങ്ങനെ തെരുവിലിട്ട് വെക്കുന്നതും കടകളിലിട്ട് വെക്കുന്നതും. പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിലേട്ട് പോയി കഴിഞ്ഞാൽ അതോരോകം പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെതിരെ ആക്ഷൻസ് എടുക്കാത്തതെന്ന് എനിക്കറിയില്ല. മേ ബി ഇവിടെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. ഇത് യൂറോപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും കൗണ്ടർ ഫീറ്റ് ഗുഡ്സ്, പ്രത്യേകിച്ച് ബാഗുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹെവി പെനാൽറ്റി നിങ്ങളുടെ ഈടാക്കുന്നതൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ. കാരണം ഈ ചില രാജ്യങ്ങളിൽ നിയമം ഭയങ്കര ശക്തമാണ്. ഇവൻ നമ്മുടെ ഇന്ത്യയിൽ പോലും ദിസ് നോട്ട് അലൗഡ്, ബ്രാൻഡഡ് സാധനങ്ങളുടെ കോപ്പി വിൽക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിയമശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. സോ ബി കെയർഫുൾ. എല്ലാം ഉണ്ട് ബ്രോ. ഗുച്ചി, ഗസ്, ലൂയി വിട്ടൺ, ബർബറി, അതിൻ്റെയൊക്കെ ബാഗുകൾ, ഷാളുകൾ, ഇതൊക്കെ വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത്. ഇതേ ബർബറിയുടെയൊക്കെ ബാഗ് കിടക്കുന്നുണ്ടോ. രാവിലെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ആകെ ഒരു മൂഡ് ഓഫാണ്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒന്ന് സെറ്റ് ആവുള്ളൂ അല്ലേ? എന്നും രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കിനും അതെന്താ ബ്രോ അങ്ങനെ? ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്റ് അല്ലേ, അവൾ അടിച്ച് കയറ്റിട്ടാ. അതായിരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പെട്ടികൾ നോക്കിയേ, എന്താ ഭംഗിയെന്ന് നോക്ക്. അതിൻ്റെയൊക്കെ ബ്രാൻഡും കൂടെ നിങ്ങൾ നോക്ക്. ബാലൻസിയാഗ, LV, ഇത് പിന്നെ കോച്ച്, ഡിയോറ്, പിന്നെ മൈക്കൽ കോസ്, ബർബറി, എല്ലാ ലക്ഷൂറിയസ് ബ്രാൻഡുകളുടെയും ഒറിജിനൽ കോപ്പി സാധനം നമുക്കിവിടെ കിട്ടും. ഈ ലൂയി വിട്ടന്റെ ബാഗിനേക്കാൾ എക്സ്പെൻസീവ് നമ്മുടെ ഒരു ചായക്ക്. സത്യം, ഇവിടെ 100-ന് ചായ കിട്ടും, അതേ പൈസക്ക് അവിടെ ലൂയി വിട്ടന്റെ ബാഗ് കിട്ടും ഇല്ലേ? എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഈ എന്തോരോ ആൾക്കാരാന്നറിയാം ഇവിടെ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോഴത്തേക്കിനും റോഡിൽ കൂടെ നടന്നപ്പോഴത്തേക്കും നമ്മുടെ ജാക്കറ്റ് കണ്ടിട്ട് 1-2 പേര് പറഞ്ഞില്ലേ ബോസ് ബോസ് എന്ന് പറഞ്ഞ് നോക്കി ചിരിച്ചില്ലേ? അമ്മ കളിയാക്കി ചിരിച്ചാണ് മനസ്സിലായോ? നമ്മൾ വിചാരിച്ചു ബോസ് ബോസ്. ഇപ്പോഴാണ് മനസ്സിലായത്, നീയൊക്കെ ഇടുന്നത് ഇവിടുത്തെ ബോസ് അല്ലേന്നും പറഞ്ഞിട്ട് കളിയാക്കി ചിരിച്ചാണെന്ന് തോന്നും. ഇവിടെ എല്ലാവരും നമ്മൾ വഴിയിൽ കാണുന്ന ആൾക്കാരും പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് സെല്ലേഴ്സും വരെ ബർബറിയും ലൂയി വിട്ടനും ഗുച്ചിയൊക്കെ ഇട്ടാണ് നടക്കുന്നത്. കോപ്പിയാണോ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഡൗട്ട് ഇല്ല. എല്ലാവരും ഇപ്പൊ കാണുന്ന എല്ലാവരും കാണുമ്പോഴും ഡൗട്ടാണ്, ഇത് കോപ്പിയാണോ ഒറിജിനലാണോ? എന്തൊരവസ്ഥയല്ലേ. പക്ഷെ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ ഒരു കോപ്പി സാധനങ്ങൾ വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഹായ്, ഹായ്, ഐ ആം ഗുഡ്, ഹൗ ആർ യു ബ്രോ? നമ്മുടെ ഹോട്ടലിലെ മെനു കാർഡിന് വരെ ബർബറി മയം. ഇതുവരെ ബർബറിയുടെ ഡിസൈൻ കോപ്പി അടിച്ചുണ്ടാക്കിയ മെനു കാർഡാണ് കണ്ടത്. ശരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഇൻസിഡന്റ് ചൈനയെ വെച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ശരിക്കും ഇത്തരത്തിലുള്ള ബ്രാൻഡുകളുടെ, ഹൈ എൻഡ് ബ്രാൻഡുകളുടെ എന്താണേലും കൗണ്ടർ ഫീറ്റ് സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും സത്യം പറഞ്ഞാൽ ശിക്ഷാർഹമാണ് പല രാജ്യത്തെ നിയമം അനുസരിച്ച്. കാരണം ഇതിനകത്ത് ഈ കോപ്പിറൈറ്റ് ലോയും പിന്നെ അങ്ങനെ കുറേ പല നിയമങ്ങളും ഉണ്ടല്ലോ. ചൈനയിൽ ഈ സാധനമൊക്കെ കൂടുതൽ ചൈനയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും ചൈനയിൽ ഈ സാധനം പബ്ലിക്കായിട്ട് ഇങ്ങനെ വെച്ച് വിൽക്കലില്ല. ഇനി അഥവാ ബർബറി ഉണ്ടെങ്കിലും അതിനകത്ത് 6 കുറവായിരിക്കും, ഇല്ലെങ്കിൽ ബർബറിയുടെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവും. അഡിബാസ് എന്നൊക്കെ ആയിരിക്കും, അഡിഡാസിന് പേര് അഡിബാസ് എന്നൊക്കെ ആയിരിക്കും. ഇവിടെ അഡിഡാസ് ഒന്നും ഇല്ല ബ്രോ, ഇവിടെ എല്ലാം ഹൈ എൻഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗോഞ്ചോയിലൂടെ നടക്കുന്ന സമയത്ത്, ഗോഞ്ചോയിലാണോ ഇവിടെ? ഷാങ്കായി അല്ലല്ലോ, ഗോഞ്ചോയിലൂടെ ഞാൻ സൈർ ബാങ്ക് കൂടെ നടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഞങ്ങളെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ആൾ വന്ന് പറഞ്ഞു നല്ല കിഡിലൻ ഫസ്റ്റ് കോപ്പി സാധനം ഇവിടെ കിട്ടും, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ, ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ ഒക്കെ എടുക്കാം, ഒരു ഫേക്ക് മാർക്കറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരുടെ കൂടെ പോയി.
കൂടെ പോയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര സീക്രട്ട് പ്ലേസ് ആണ്. ഒരു 10 നില കെട്ടിടത്തിൻ്റെ 5-ാമത്തെയോ 6-ാമത്തെയോ നിലയിലേക്ക് അവൻ ലിഫ്റ്റിൽ നമ്മളെ കൊണ്ടുപോയി. എന്നിട്ട് അകത്ത് പോയിട്ട് ഫുള്ള് മറ്റേ ഈ മെറ്റൽ സ്റ്റീലിൻ്റെ ഷട്ടർ വെച്ച് അടച്ചിരിക്കുന്ന ഒരു ഷോപ്പിൻ്റെ പുറത്ത് പോയി അവൻ ഏതോ ഒരു പ്രത്യേക രീതിയിൽ തട്ടിയപ്പോൾ അവർ കതക് തുറന്നു. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ അതൊരു മായാലോകം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഫുട്പാത്തിൽ കാണുന്ന സാധനങ്ങൾ അവിടെ രഹസ്യമാക്കി അതിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും അവർ പറയുന്ന പ്രൈസൊക്കെ നല്ല കൂടുതലാണ്. അതിൻ്റെയൊക്കെ 4 പ്രൈസൊക്കെയാണ് ഇവർ സാധനം വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കയറി നോക്കി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, നമുക്ക് പോകാം എന്ന് ഞാൻ സഹീർ ഭായിനോട് പറഞ്ഞ ആ സമയത്ത് അവർ പെട്ടെന്ന് പുറത്തെന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. കടക്കാരാകെ പേടിച്ച് നെർവസ് ആവുന്നു. എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ പ്രശ്നം സംഭവിക്കുന്ന പോലെയൊക്കെ ആവുന്നു. ഞാനും ശരിക്കും പേടിച്ചു പോയി, കാരണം എന്താ സംഭവം, ആകെ മൊത്തത്തിൽ സീനാണല്ലോ കേട്ടോ ബ്രോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോലീസുകാർ വന്നു. അവർ കുറേ പേരുണ്ട്, അവർ റെയ്ഡിനും എന്താ വന്നതാണ്. ഒന്ന് ആലോചിച്ചേക്ക്, പിടിച്ചു കഴിഞ്ഞാൽ നമ്മളും കൊടുക്കും അവരും കൊടുക്കും, എല്ലാവരും കൊടുക്കും. കാരണം ഇത് വാങ്ങാനും പാടില്ല വിൽക്കാനും പാടില്ല. അപ്പോൾ ഇവർ CCTVക്കകത്തോട് അകത്ത് ഇരുന്ന് നോക്കുകയാണ് ഈ പോലീസുകാർ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയ ഏജൻ്റ് ആണെങ്കിൽ അപ്പുറത്ത് മാറി ഒന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു പേടിച്ചിട്ട്. എന്നിട്ട് അവസാനം പോലീസുകാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയപ്പോഴത്തേക്കിന് ഇവൻ CCTV കൂടെ നോക്കി ഇതിൻ്റെ പുറകിലത്തെ ഒരു ഡോർ ഉണ്ടായിരുന്നു ഈ കടയ്ക്ക്, ആ ഡോറിൽ കൂടെ ഇറക്കി ഏതോ ഒരു ഇടവഴി കൂടെ ഉള്ളൊരു സ്റ്റെപ്പിൽ കൂടെ ഞങ്ങളെ താഴെ ഇറക്കി കൊണ്ടുവന്നിട്ട് ബൈബൈയും പറഞ്ഞുകൊണ്ട് ഏജൻറ്റ് ഓടി. ഒന്ന് ആലോചിക്കുകയും ഞാനത് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതി പോയതാണ്, പക്ഷെ നടന്നില്ല. ഷൂട്ട് ചെയ്യാൻ അമ്മമാരെ സമ്മതിക്കത്തില്ല. അത് ഇത്രയും രഹസ്യമായിട്ട് വിൽക്കുന്ന സംഭവം അങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ അത് കാണുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എന്ത് കൂളായിട്ടാണ് ഇവരിതൊക്കെ വിൽക്കുന്നത് അല്ലേ. എല്ലാം ഓപ്പണാണ്, ഒരു പ്രശ്നമില്ലാതെ ഇവർ വിൽക്കുന്നത്. അത് ഓരോരോ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലും ഇതേപോലത്തെ മാർക്കറ്റുകളുണ്ട്. ഡൽഹിയിലോ മുംബൈയിലോ എവിടേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാൾ റോക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ പോയി വീഡിയോ ചെയ്തിട്ട് അവൻ പോയിട്ട് സ്പൈ ക്യാമറ ഒക്കെ പോയിട്ട് അവിടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കിനും അവന്മാർക്ക് ആർക്കാണ്ട മനസ്സിലായിട്ട് അവന്മാർ ഇവരെ ഓടിച്ചിട്ട് പിടിച്ച് ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? യു ലുക്ക് ഹാൻസം. You look handsome. Yes. Are you feeling shy? He's feeling shy. Huh? What? No? He's handsome. You also handsome. Yeah, you also handsome. You are also handsome. Yes. Don't always. My life is not good to say. Nobody is happy in this My world. life not all the working. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഈ തുർക്കിക്കാർ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങളിലാണ്. നമുക്ക് പല തരത്തിലുള്ള ബ്രദർ, ദിസ് ഈസ് ടീ ഓർ കോഫി? ദിസ് ഫോർ ടീ ഓർ കോഫി? കോഫി. ടീ. Coffee. ഓ ഓക്കെ, ദാറ്റ് ഈസ് കോഫി. ദിസ് ഈസ് ടീ. ചായ കപ്പുകളാണ് കണ്ടല്ലേ, ഒരു സെറ്റാണ് കണ്ടല്ലേ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഡിസൈനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്തോ മറ്റേ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാം. ഭൂതം വരുമോ? ചെറുണ്ട് നോക്കി. പക്ഷെ അത് കൊള്ളാമല്ലേ സാധനം? അതെന്തോ അത് അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ അല്ലേ. ഇത് മറ്റേ ചായ ഒഴിക്കുന്ന പാത്രം. പിന്നെ പല ടൈപ്പ് മറ്റേ ഹുക്ക സംഭവങ്ങളാണ് ഇരിക്കുന്നുണ്ടല്ലേ. ഹുക്ക വലിക്കുന്നത്. ഇത് തോക്കോ? എൻ്റെ ദൈവമേ. ഈ കാണുന്നതാണ് കാപ്പി ഗ്ലാസ്, അതായത് കോഫി കുടിക്കുന്ന ടർക്കിഷ് കോഫി കുടിക്കുന്ന ഗ്ലാസ്സുകളാണ് ഈ കാണുന്നത് അല്ലേ. ഇത്തരത്തിൽ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ഗ്ലാസ്സുകളിൽ ആളുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഇവരുടെ ട്രഡീഷണൽ ചായ ആൻഡ് കോഫി. അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും ആ ഈജിപ്ഷ്യൻ ബസാറിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. പകലായതുകൊണ്ട് തന്നെ ഇച്ചിരി തിരക്ക് കുറവുണ്ട്. രാത്രി ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇവരെല്ലാം നേരത്തെ അടയ്ക്കുകയും ചെയ്യും. ഇവിടെയുണ്ട് ഫുഡും ഈ പറഞ്ഞ പോലെ തുണിയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും. ഓരോ സ്ഥലത്ത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെയാണ്. അത് ലോകത്ത് എവിടെ പോയാലും അങ്ങനെയാണ്. തുണി വിൽക്കുന്നിടത്ത് തുണി മാത്രം, ഇലക്ട്രോണിക്സിൻ്റെ സ്ഥലത്ത് ഇലക്ട്രോണിക്സ് മാത്രം, ജ്വല്ലറി മാത്രം. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും പോകുമ്പോഴും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, എല്ലാവർക്കും കച്ചവടം ഉണ്ടാവും. പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഓൾമോസ്റ്റ് എല്ലാ കടക്കാരും ഒരേ ധാരണയിലായിരിക്കും. അധികം കുറച്ച് കൊടുക്കത്തുമില്ല. ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ചാമ്പും. ലൂയി വിട്ടൺ, ഗുച്ചി, ഡിയോർ എല്ലാം ഇവിടെയുണ്ട്. 300 രൂപയ്ക്ക് വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ബാഗുകളൊക്കെ എന്താ അല്ലേ, ഒരു വിലയില്ല. ചുമ്മാ ഫുട്പാത്തിലിട്ടാണ് ഇതൊക്കെ വിൽക്കുന്നത്. ഒറിജിനൽ ഇതാണോ? ഒറിജിനലായിരിക്കും. അല്ല, ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാകുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നത് അല്ലേ? സത്യം. സ്റ്റോറിൽ തന്നെ മേടിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിരിക്കും. നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്നത് അത്ര ക്രെഡിബിൾ ആണെന്ന് തോന്നുന്നില്ല. അത് ആയിരിക്കും എന്നാ നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കുന്നത്. പ്രോ, ഈ കടയിൽ റോളക്സിന്റെ വാച്ച് വരെയുണ്ട് കേട്ടോ. റോളക്സിന്റെ വാച്ച്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളുടെ വാച്ചും ഉണ്ട് കണ്ടില്ലേ. സീക്കയുടെ വാച്ച്,
എംബോറിയോ അർമാനിയുടെ വാച്ച്, അടിപൊളി. ഇതൊക്കെ എന്ത് വില ആയിരിക്കാം? വില എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം 300, 320, 420, 400. അത് കണ്ടാ അറിയാലോ. എന്നാലും ഇങ്ങനെ ബ്രാൻഡിന്റെ പേര് വെച്ച് അങ്ങ് എഴുതി വിൽക്കാൻ പറ്റുമോ അല്ലേ? എന്താ അല്ലേ? I'm sorry? It's normal quality or better quality I have. You have better quality? I have, sir. Okay, so more price? Start $180, sir. $180. Start. Rolex. Okay. Rolex, AP, Hublot, Omega, Breitling, Jaguar. കൊള്ളാം ബ്രോ. ഇവിടെ കംപ്ലീറ്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പുറത്തെ ഈജിപ്ഷ്യൻ ബസാറിൽ വന്നപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അണ്ടർവെയർ മുതൽ സോക്സും പിന്നെ ജാക്കറ്റും ടീഷർട്ടും പാൻറ്റും നിക്കറും, കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഈ മരിച്ചവർക്ക് പോലും ഉണ്ടാവും ചിലപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ. അതുവരെ ഉണ്ടാവും ബ്രാൻഡ് ഇട്ട് കൊടുത്ത്. എന്താ അല്ലേ, ഇതൊരു ലോകം കേട്ടോ. ഇത്രയ്ക്ക് ഓപ്പണായിട്ട് ഓരോ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല. അതും നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു റിജക്ഷനും ഇല്ല. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും, വീഡിയോ എടുക്കരുതെന്ന് പറയും. പക്ഷേ ഇവിടെ എല്ലാവരും വെൽക്കമിങ് ആണ്. വാ എൻ്റെ കടയിൽ വാ, അതെടുക്കുക ഇതെടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. ബാഗൊക്കെ കണ്ടിട്ട് ശരിക്കും കൊതിയാവുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈജിപ്ഷ്യൻ ബസാറിൻ്റെ ഒരറ്റത്ത് ഈ കാണുന്ന മോസ്കിൻ്റെ പേരാണ് യനിക്കാമി മോസ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ആ ഒരു ഗോൾഡൻ ഹോൺ നദിയുടെ ആ ഒരു തീരത്തായിട്ട് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മോസ്കാണ്. ഒരു പ്രത്യേകതരം രീതിയിലാണ് ഈ ഒരു മോസ്കിൻ്റെ നിർമ്മാണം. നമുക്കത് കാണാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള, അത് കരിങ്കല്ലാണോ മാർബിളാണോന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കണ്ടിട്ട് കരിങ്കല്ല് പോലെയുണ്ട്. പോളിഷ്ഡ് ആയിട്ടുള്ള കരിങ്കല്ലും അകത്ത് മാർബിൾ പണികളും മുകളിൽ നല്ല കിടിലൻ ഡോമും. ഇതൊക്കെ ദൂരെ നിന്ന് കാണാനാണ് ലുക്ക്. ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാച്ചു അല്ല, ഇത് ശരിക്കും ഇത് റൊട്ടി കച്ചവടക്കാരനാണ്. ഇവിടെ ഒരാൾ വന്നിട്ട് പൈസ കൊടുത്തിട്ട് ഈ റൊട്ടി വാങ്ങുന്ന രീതിയിലുള്ളൊരു ശില്പമാണ്. അപ്പം മിക്കവാറും ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ആരെങ്കിലും കച്ചവടം ചെയ്യുമായിരിക്കും. എനിക്കാമി മോസ്കിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇതിന് എനിക്കാമി മൈതാനി എന്നാണ് പറയുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ചുറ്റിനും കടകളാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഈജിപ്ഷ്യൻ മാർക്കറ്റ് വരുന്നത്. തണുത്ത കാറ്റടിച്ചിട്ടും അതേപോലെ കാലാവസ്ഥ പെട്ടെന്ന് ചൂടും തണുപ്പായിട്ട് മാറിയിട്ടും തണുത്ത ഫുഡ് കഴിച്ചിട്ടും ഒക്കെ ആണെന്ന് തോന്നുന്നു. തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു വേദനയുണ്ട്, ഇൻഫെക്ഷൻ വരുന്ന പോലൊരു ഫീല്. എന്തെങ്കിലും അമോക്സിലിനൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് കഴിക്കണ്ടല്ലോ. എന്തെങ്കിലും കാര്യമായിട്ട് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ കഴിച്ചാൽ പോരെ. അത് കാരണം ആകെ ഒരു മന്തിപ്പുണ്ട്. നമുക്കിനി ഇവിടെ നിന്നൊരു ട്രാം എടുത്തിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. ഹോട്ടലിൽ പോകാനുള്ള സമയമായി. കാരണം നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെ പോകുന്നു? കസാക്കിസ്ഥാനിലേക്ക് പോകാൻ പോവുകയാണ്. സോ ദിസ് അവർ ലാസ്റ്റ് ഡേ. കാർഡ് എവിടെ? ടാപ്പ് ചെയ്യൂ. നമുക്ക് ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ? എങ്ങോട്ടാ പോകണ്ടേ? ഇങ്ങോട്ട് പോകാല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിയുടെ മുമ്പിൽ കൂടെ ഒന്നുകൂടെ കറങ്ങി പോകാൻ പറ്റും. ഇങ്ങോട്ട് പോയാൽ പാലത്തിൻ്റെ മേളിൽ കൂടെ പോകും, കറങ്ങിപ്പോവും. എങ്ങനെ പോകണ്ടേ? ശരി, ബാ കയറിയോ. ഗോൾഡൻ ഹോണിൽ നിറച്ച് ബോട്ടുകൾ, ആൾക്കാരെ ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ആളുകൾ ക്രൂസിന് പോകുന്നു, പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള ക്രൂസ് ട്രിപ്പുകളൊക്കെ അവിടെ കിടക്കുന്നു. പൊളിയാണ്. അപ്പോൾ തുർക്കിയിലെ ട്രാമുകളോട് ബൈ ബൈ. നമ്മൾ ഇതിൽ കയറി ഇവിടെ ഹോട്ടലിനടുത്ത് വന്ന് ഇറങ്ങി. ശരിക്കും ഇവിടെ 1 by 1 തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പല സ്കാമുകളും ഇവിടെ കണ്ടു. ഈ ട്രാമിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിനകത്ത് വരെ സ്കാമുകളും മറ്റുമൊക്കെ ഉണ്ട്. മൊത്തം നോക്കി നിന്നാൽ സ്കാം നടക്കുന്ന കാണാൻ സാധിക്കുന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിവിടെ വെച്ച് കുറേ മലയാളികളെ കണ്ടായിരുന്നു ഒരു സ്കാമിൽ വെച്ച്. അവർ തുർക്കി ഫുള്ള് ബൈറോഡൊക്കെ കറങ്ങി വന്ന ആൾക്കാരാണ്. അവരും ഇതേ അനുഭവം തന്നെയാണ് പറഞ്ഞത്. ഇസ്താംബുളിൽ മാത്രമല്ല, മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ട് തട്ടിലും പറ്റിയത് സ്കാമിങ് പരിപാടി. പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. റെസ്റ്റോറന്റിൽ 2 മെനു ഉണ്ടാവും. ഒരു മെനു ആളെ നോക്കി കൊടുക്കുന്ന, നമ്മൾ ശരിക്കും രണ്ടാമത്തെ മെനു എല്ലായിടത്തും കിട്ടിയത്. നമ്മളെ ചാമ്പ്യതാണ്. നമ്മളന്ന് ഫസ്റ്റ് ഡേ കഴിച്ചില്ലേ, ഒരു 2500 ലിറ കൊടുത്തിട്ട്. അതായത് ഇവിടെ ലോക്കൽസ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊരു മെനു, അതിൻ്റെ ഡബിളിൻ്റെ മേലെയായിരിക്കും നമ്മൾ ടൂറിസ്റ്റുകൾക്ക് കിട്ടുന്ന മെനു. അതൊക്കെ ശരിക്കും ടൂറിസ്റ്റുകളെ എല്ലാ രാജ്യങ്ങളും പിഴിയുന്നുണ്ട്. പക്ഷേ കമ്പയർ ടു ഞാൻ ഈ യാത്ര ചെയ്ത സ്ഥലങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ പിഴിയുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തുർക്കി ഫീൽ ചെയ്തത്, അല്ലേ? അതെ, ഇവിടെ ശ്രദ്ധിക്കണം. ബ്യൂട്ടിഫുൾ ആണ്, നല്ല സ്ഥലമാണ്. സ്ഥലമൊക്കെ അടിപൊളിയാണ്, പക്ഷേ കൊള്ളയാണ്. പക്ഷേ എന്നാലും നമ്മളിനിയും വരും, കാരണം നല്ല സ്ഥലമാണ്. ഇനി നമ്മൾ കുറേ പഠിച്ചു, അല്ലേ? ഇനി നമ്മൾ കെയർഫുൾ ആയിരിക്കും. ടൈപ്പ് ആളുകളാണ് ഇവിടെ. അതെ, മുസ്ലിംസ് ആണെങ്കിലും 99% മുസ്ലിംസ് ആണെങ്കിലും
ഇവിടെ ഹനഫിക്കാരാണ് മെജോറിറ്റി ഹനഫീസ് ആണ്. അവര് കള്ള് കുടിക്കും, മറ്റേ റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടത്തില്ല, കള്ള് സെർവ് ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും, അതൊക്കെ ശരിക്കും ഇവിടുത്തെ കാഴ്ചയാണ്.